HAI, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, ഇന്ന് വളരെയധികം ശ്രദ്ധ നമ്മുടെ ഓർഗനൈസേഷൻസിൽ ആവശ്യം മേഖലയാണിത്. നമ്മുടെ ഹോസ്പിറ്റല് ഒരു കാരണവശാൽ ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെയാണ് 5ാമത്തെ സ്റ്റാൻഡേർഡ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൻ്റെ 5th സ്റ്റാൻഡേർഡ് IPC 5, ദ ഓർഗനൈസേഷൻ ടേക്സ് ആക്ഷൻ ടു പ്രിവെൻറ്റ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ HAI ഇൻ പേഷ്യൻസ്. 4 പ്രത്യേക കണ്ടീഷൻസിനെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ് അതിലൊരെണ്ണം. രണ്ടാമത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയയാണ്. മൂന്നാമത്തത് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ആണ്. നാലാമത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. ഇത് 4ഉം വളരെ ശ്രദ്ധയോടെ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ പോസിബിലിറ്റി ഹൈ റിസ്കിലെത്തി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കുറേ അധികം പ്രിവെൻഷൻസ് അതിൽ നോക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇത് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കത്തീറ്റർ യൂട്ടിലൈസേഷൻ ഉണ്ടാകാവൂ. അത് വേണ്ടാത്ത സാഹചര്യമാണെന്ന് എപ്പോൾ ബോധ്യപ്പെടുന്നതിൻ്റെ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ അത് റിമൂവ് ചെയ്യണം. കാരണം അവിടെ ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ പ്രിവെൻറ്റ് ചെയ്യുക പ്രയാസമാണ്. അത് ഫീവറിലേക്കും ഒരു ലോവർ അബ്ഡോമിനൽ പെയിനിലേക്കും ഒക്കെ മാറുമ്പോഴാണ് പലപ്പോഴും തിരിച്ചറിയുക. അല്ലെങ്കിൽ സ്മെല്ലി യൂറിനേഷനൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ അതിനെ തിരിച്ചറിയുക. സോ വളരെ ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്യുകയും ആ ഒരു യൂറിനറി ബാഗ് നമുക്ക് ലോവർ പൊസിഷൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യുന്നതിൽ കൂടെ ഈ ഒരു കത്തീറ്റർ അസോസിയേറ്റഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് തടയാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ന്യൂമോണിയ, ശരിക്കും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം 48 മണിക്കൂറിൽ കൂടുതൽ വെന്റിലേറ്റർ യൂട്ടിലൈസേഷനുള്ള എല്ലാ സാഹചര്യങ്ങളിലും ആ ഒരു പോസിബിലിറ്റിയെ മുന്നിൽ കണ്ട് പ്രിവെൻഷൻസ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെയാണ് നമ്മുടെ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ്. നമുക്ക് പലപ്പോഴും നമ്മുടെ മെയിൻ ബ്ലഡ് സ്ട്രീംസിലേക്ക് ഡയറക്റ്റ് നമ്മളൊരു എൻട്രി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ടെസ്റ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധാരണ IV നിന്ന് ഡിഫറൻ്റ് ആയിട്ട് സെൻട്രൽ ലൈനിലേക്ക് പോകുമ്പോൾ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസിനുള്ള പോസിബിലിറ്റി കൂടുന്നു. അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? അതുപോലെ തന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, ഇവിടെയെല്ലാം നമുക്ക് പീരിയോഡിക്കായിട്ട് എവരി ഡേ മോണിറ്ററിങ് വളരെ ആവശ്യമാണ്. സോ ആ ഡെയിലി മോണിറ്ററിങ്ങിൽ കൂടെ ഈ ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റീസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, പേഷ്യൻസ് വളരെ റിസ്കി ഫാക്ടറിൽ എത്തുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നതാണ് 4 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ് 5th സ്റ്റാൻഡേർഡ് ഓഫ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മിറ്റ്മെൻ്റ് ആണ്, ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. അതിപ്പോൾ നമ്മുടെ കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെങ്കിലും വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആണെങ്കിലും സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ആണെങ്കിലും സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണെങ്കിലും റെഗുലർ മോണിറ്ററിങ് ആവശ്യമുള്ള ഏരിയയാണ്. സോ അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നത് ഈ 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൻ്റെ ഡിസ്കഷനിൽ കൂടെ വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് നോക്കാം. നമുക്ക് വ്യക്തമായി ധാരണയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നും തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ആരും മാറ്റി വെക്കാറില്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് വൈസ് ഒന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം.